ഭരണഘടനയെ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ വലിയ തെറ്റാണ്. അപ്പോൾ നമുക്ക് കാണുവാനുള്ള കണ്ണുകളും കേൾക്കുവാനുള്ള കാതുകളും ചിന്തിക്കാനുള്ള മസ്തിഷ്കവും രുചിക്കാനുള്ള നാവും സ്പർശിക്കാനുള്ള ത്വക്കും പ്രവർത്തിക്കാനുള്ള കൈകളും ചലിക്കാനുള്ള പാദങ്ങളും ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള ജലവും അങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ സാധിക്കാത്ത അനുഗ്രഹങ്ങൾ നൽകിയ സ്രഷ്ടാവിനെയല്ലേ നാം ആരാധിക്കേണ്ടത്? സൃഷ്ടികളെയാണോ? ഇനി മറ്റൊരു വശം കൂടിയുണ്ട് ഇതിന്. കാരണം വിശ്വാസവും അവിശ്വാസവും ധാർമ്മിക മൂല്യങ്ങളും ഒന്നും കാലത്തിനനുസരിച്ചോ നൂറ്റാണ്ടുകൾക്കനുസരിച്ചോ സമയത്തിനനുസരിച്ചോ രാജ്യത്തിനനുസരിച്ചോ മാറുകയില്ല. അത് നാം മനസ്സിലാക്കണം. വ്യഭിചാരവും സ്വവർഗരതിയും ചൂതാട്ടവും മദ്യപാനവും ചൂഷണവും അനുവദിക്കുന്ന ഭരണഘടനകളുള്ള രാജ്യങ്ങളിലെ സ്രഷ്ടാവിന്റെ സന്ദേശം അറിയാത്ത ആ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് തോന്നുകയാണ്, ഞങ്ങളുടെ ഭരണഘടന അംഗീകരിക്കുന്നു, ഞങ്ങളുടെ നിയമങ്ങൾ അംഗീകരിക്കുന്നു, അതുകൊണ്ട് വ്യഭിചരിച്ചാൽ എന്താണ് തെറ്റ്, സ്വവർഗരതിയിൽ ഏർപ്പെട്ടാൽ എന്താണ് തെറ്റ്? എന്നാൽ എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങളിലേക്കും കുടുംബ ശിഥിലീകരണങ്ങളിലേക്കും പിതാവാരെന്നറിയാത്ത സന്താനങ്ങളുടെ ബാഹുല്യങ്ങളിലേക്കുമല്ലേ അത് നയിക്കുക? ധാർമ്മിക മൂല്യങ്ങളുണ്ടല്ലോ, അതൊന്നും കാലത്തിനനുസരിച്ചോ സമയത്തിനനുസരിച്ചോ മാറില്ല. വഞ്ചന പ്രഭാതത്തിൽ തെറ്റാണ് എങ്കിൽ മധ്യാഹ്നത്തിലും തെറ്റാണ്, സന്ധ്യാനേരത്തും തെറ്റാണ്, രാത്രിയിലും തെറ്റാണ്. വഞ്ചന ഇന്ന് തെറ്റാണ് എങ്കിൽ ഇന്നലെയും തെറ്റായിരുന്നു, നാളെയും തെറ്റായിരിക്കും. വഞ്ചന ഈ നൂറ്റാണ്ടിൽ തെറ്റാണ് എങ്കിൽ എത്ര നൂറ്റാണ്ടുകൾക്ക് പുറകോട്ട് പോയാലും തെറ്റായിരുന്നു, എത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷവും തെറ്റായിരിക്കും. വഞ്ചന ഇന്ത്യയിൽ തെറ്റാണ് എങ്കിൽ അത് പാകിസ്ഥാനിലും തെറ്റാണ്, അമേരിക്കയിലും തെറ്റാണ്, ഓസ്ട്രേലിയയിലും തെറ്റാണ്, സൗദി അറേബ്യയിലും തെറ്റാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായത്തിലെ 97-ാം വചനത്തിൽ പറയുന്നത്, മൻ അമില സ്വാലിഹൻ മിൻ ദക്രിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ വലനുഹിയനഹു ഹയാത്തൻ